ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ബനാന ബോൾ പായസമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യം പഴം, തേങ്ങ ചിരവിയത്, പിന്നെ വെല്ലം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പഴം നല്ല പഴുത്തത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസമായി പഴം കൊണ്ടുവന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പുഴുങ്ങിയപ്പോൾ ഒരു ദിവസം 4-5 പഴം പുഴുങ്ങിയപ്പോൾ മക്കളാരും തിന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഒരു ദിവസം മുഴുവനായിട്ട് അത് തിന്നു കേട്ടോ. നാശാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുഴുങ്ങിയത് അങ്ങനെ തിന്നപ്പം ഭയങ്കര മടുപ്പ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോറൊക്കെ തിന്നുണ്ടെങ്കിലും പോലും മധുരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിന്നുമ്പോൾ ഭയങ്കര മടുപ്പായി തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് തടിയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മൂപ്പരോട് ഇങ്ങനെ പറയും, തടി കുറക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പഴം മാത്രം ഒരാഴ്ച തിന്നാൻ പറ്റുമോ, എന്നാൽ തടി കുറക്കണ പണി ഞാൻ പറഞ്ഞുതരാം എന്നാണ്. അങ്ങനെ പഴം മാത്രം തിന്നുകയാണെങ്കിൽ തടി കുറയും, അപ്പോൾ അങ്ങനെ കഴിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്നിട്ട്. അപ്പം ശരി, അപ്പോൾ നമ്മൾ ഈ പഴം തന്നെ അങ്ങനെ കഴിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോലും അത് തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വെറും പഴം മാത്രം കഴിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്, വെല്ലം ഉരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പഴം നല്ലൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഈ ഉടച്ചെടുത്തതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ അരി പൊടിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മളെ സാധാ പുട്ടുപൊടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഇടുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിത് വെള്ളം തട്ടുന്ന സമയത്ത് ഈ പുട്ടുപൊടി ഒന്ന് ചേർത്ത് വരും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് മാവ് ശരിക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് മാവൊന്ന് നല്ലൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴം ഉടച്ചതും പിന്നെ മാവും കൂടി നല്ലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസിന് നമുക്ക് ഈ മാവൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മാവൊക്കെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല മഞ്ഞ ലഡു വെച്ച പോലെ ഉണ്ടല്ലേ പാത്രത്തിൽ കാണാൻ. അപ്പോൾ നമുക്കിതൊന്ന് വേവിക്കാനുള്ള വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബോളുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ഏകദേശം താഴ്ന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെല്ലം ഉരുക്കിയതും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം വെല്ലപ്പാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നല്ല തിള വന്നതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ല വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ എല്ലാവരും കഴിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തിന്നു കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ അല്ലേന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് നമ്മൾ പുട്ടും പഴവും കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൽ കൂടെ തേങ്ങാപ്പാലും നെയ്യൊക്കെ കൂടെ ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ രാത്രി മോള് സ്കൂളിട്ട് വന്നിട്ടും കഴിച്ചു, മോനുക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.